വീഡിയോ തുടങ്ങുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊരു സാധാരണ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി ആണല്ലോ എന്ന്. പക്ഷേ അതങ്ങനെയല്ല കേട്ടോ. പണ്ടത്തെ മുത്തശ്ശിമാർ ഈ മെഴുക്ക് പുരട്ടി ഇത്രയും സാധാരണ എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള സീക്രട്ട് ടിപ്സ് അടങ്ങിയ ഒരു വീഡിയോ ആണ് ഇത്. അവസാനം വരെ കാണണം, ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. നമുക്ക് ആദ്യം ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അത് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അതിലേക്ക് ഇടുക. അതിൻ്റെ ഒരു ചെറുതായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചപ്പ് മാറാത്ത രീതിയിൽ വേണം നമ്മളത് വഴറ്റിയെടുക്കാൻ. എന്നാലും നമ്മളത് കടിക്കുമ്പോൾ ഒരു ഫ്രഷ്നെസ് ഉണ്ടാവുള്ളൂ. കൂടുതൽ വഴറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രഷ്നെസ് പോവും. അപ്പോൾ നമ്മളത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിനോട് കൂടി തന്നെ നമ്മൾ അതിനകത്ത് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുക. എന്നിട്ടത് നമ്മൾ വഴറ്റി മാറ്റി വയ്ക്കുക. അടുത്തായിട്ടൊരു 4 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും 2 പച്ചമുളക് നടു കീറി നമുക്ക് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊരു 2 മിനിറ്റ് നേരം അതൊന്ന് ഫ്രൈ ആവട്ടെ. അത് ഫ്രൈ ആയി തോന്നുമ്പോൾ ഉടനടി അതിലേക്കൊരു കുറച്ച് സവോള ഇട്ട് കൊടുക്കുക. ഈ സവോള ഇടുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഉപ്പിട്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സവോള പെട്ടെന്ന് ബ്രൗൺ ആവും. അപ്പോൾ ബ്രൗണായി തോന്നുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി 2 മിനിറ്റ് നേരം അതിൻ്റെ പച്ചക്കുത്ത് പോണവരെ ഇളക്കുക. അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി ഇടുക. കുരുമുളക് പൊടി 2 മിനിറ്റ് നേരം ഇളക്കുക. അപ്പോൾ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല മസാലയുടെ മണം വന്നു കഴിഞ്ഞാൽ ഉടനടി നമ്മൾ വഴറ്റി മാറ്റി വെച്ചിരിക്കുന്ന ആ വെണ്ടയ്ക്ക കൂടി അതിനോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുക. ചേർത്തൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കുക. സംഭവം റെഡി. അതോടുകൂടി അധികം സമയമെടുക്കാതെ ഉണ്ടാക്കാവുന്ന ഒരു വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉരുണ്ടക്കറി വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ്. മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇന്നത്തെ ചോറിനോടൊപ്പം വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇത് ഉണ്ടാക്കുക, കഴിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.